ചേട്ടാ ATM കംപ്ലൈന്റാ. നമുക്ക് അടുത്ത ATMിലേക്ക് പോവാം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എയർപോർട്ട് ഓട്ടോ ഉണ്ടെന്ന്. ചേട്ടാ പ്ലീസ്. ആ ശരി ശരി. ഹലോ. ആ ഇപ്പൊ എത്താം. ചേട്ടാ ATM കംപ്ലൈന്റാ. വേറൊരു ATMിലേക്ക് പോവാം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എയർപോർട്ട് ഓട്ടോ ഉണ്ടെന്ന്. നിങ്ങൾ ഓടി എന്റെ പൈസ എന്നിട്ട് ഇറങ്ങാൻ നോക്ക്. ചേട്ടാ അത് ക്യാഷ് എന്റെ കയ്യിലല്ല. അടുത്തൊരു ATMിലേക്ക് പോ, ഞാൻ അവിടെ നിന്ന് എടുത്തു തരാം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എയർപോർട്ട് ഓട്ടോ ഉണ്ടെന്ന്. രാവിലെ ഉപദ്രവിക്കാനായിട്ട് കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളും. ചേട്ടാ പ്ലീസ്, അടുത്തൊരു ATMിൽ ഇറക്കിത്താ. ഇറങ്ങിയാട്ടെ, വെറുതെ ഉപദ്രവിക്കാതെ. ഇറങ്ങ്. ലേശവും ചാടയൊക്കെ കണ്ടാ പറയില്ലല്ലോ. ഇറങ്ങ്. ഇതാരാ തുറന്നത്? താക്കോൽ എന്റെ കയ്യിലാണല്ലോ. ഞാൻ പൂട്ടിയിട്ടല്ലേ പോയത്. ഹലോ, ആരാ അകത്ത്? ചോദിച്ചത് കേട്ടില്ലേ? അകത്ത് ആരാന്ന്? കുടിക്ക്. സംശയിക്കണ്ട, അഖില വിഷം നൽകാറില്ല. ഇത് ജീവജലമാണ്. നീ ബോധം കെട്ട് വീഴാതിരിക്കാൻ. Come on, have it. കുടിക്കടി. വർഷം 25 വർഷമായിട്ട് ഞാൻ തൊഴിലാളികൾക്ക് കൊടുത്തു വന്ന ബോണസ് തടയാനാണ് നീ പ്ലാൻ ഇട്ടത്.
അത് ആ ബാലഗണപതിയല്ലേ? ബ്രോ, കല്യാണി പറഞ്ഞ് കറക്റ്റ് ആണോ? 100%. ഞാനും അമ്മയെ മനസ്സിൽ വിചാരിച്ചത് ഈ കൊച്ചു ഗണപതിയെ തന്നെ. കല്യാണി അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. സൂപ്പർ സൂപ്പർ കല്യാണി. ഞങ്ങളെ എല്ലാവരെക്കാളും അമ്മയുടെയും ബ്രോയുടെയും മനസ്സറിയാവുന്നത് കല്യാണിക്കാണ്. അത് നീ ടാസ്കിലൂടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നന്നായിരിക്കുന്നു. അമ്മേ, ഇനി എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. അതിനാ ഞാൻ നിങ്ങളെല്ലാവരെയും... നിക്ക് 1 മിനിറ്റ്. അതിനു മുൻപ് ആദ്യം ഞാൻ നിനക്കൊരാളെ പരിചയപ്പെടുത്താം. അതിനുശേഷം മതി നിനക്ക് പറയാനുള്ളത് കേൾക്കൽ. ഗംഗ, എല്ലാവരും കേൾക്കാൻ പറയാ. ഇതാണ് ഗംഗ. ഞാൻ തിരഞ്ഞെടുത്ത തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ പോകുന്ന, ആനന്ദ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. നമ്മുടെ അന്തസ്സിനും പ്രൗഢിക്കും യോജിച്ച ഫാമിലിയിലെ അംഗമാണ്. മാത്രമല്ല, 2 ജാതകങ്ങൾ തമ്മിലും 10-ൽ 10 പൊരുത്തമുണ്ട്. അടുത്ത മാസം അവസാനം ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണമാണ്. മോസ്റ്റ് പ്രോബബ്ലി ലാസ്റ്റ് സൺഡേ. എനിവേ ആനന്ദ്, നീ അമ്മയുടെ മനസ്സറിയുന്നവനാ എപ്പോഴും. ഈ ടാസ്കിലും അത് നീ തെളിയിച്ചു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നത് എന്റെ മോനും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ 2 പേരുടെയും ഇഷ്ടം കണ്ടെത്തിയ കല്യാണി തന്നെ പറയട്ടെ. എനിക്കിഷ്ടപ്പെട്ട ഗംഗയെ നിനക്ക് ഇഷ്ടമാകുമോ അതോ ഇല്ലയോന്ന്? കൊള്ളാം, സമ്മതിച്ചു. അഖിലേ, നിന്റെ ബുദ്ധി അപാരം തന്നെ. എന്നാലും ഇതൊരു 1.5 ചെയ്ത്തായിപ്പോയി. പറഞ്ഞോളൂ കല്യാണി. എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ ആനന്ദിനും ഇഷ്ടമാവില്ലേ? എന്താ നിന്റെ അഭിപ്രായം? ഏത് വിധവും നന്ദനയെ പോലെ അവളെയും എന്റെ വരുതിയിലാക്കണം. അതാണ് ഇനിയുള്ള 1ാമത്തെ അജണ്ട.
അങ്ങനെ തൃച്ചംബരത്തെ 2 മരുമക്കളും ഈ വിലാസിനിയുടെ കൈക്കുള്ളിലായാൽ പിന്നെ അത് തന്നെയായിരിക്കും അഖിലയ്ക്കെതിരെയുള്ള വിലാസിനിയുടെ വജ്രായുധം. അപ്പൊ ഇനി ചോദ്യം, ആ ഗംഗയെ എങ്ങനെ വശത്താക്കി എടുക്കാന്ന? അവൾ അത്ര പെട്ടെന്നൊന്നും വീഴുന്ന ടൈപ്പൊന്നും അല്ല. പക്ഷെ വീഴ്ത്തിയല്ലേ നമുക്ക് പറ്റൂ. ആടയിലും ആഭരണത്തിലും മയങ്ങാത്ത പെൺജന്മമില്ല ഈ നാട്ടില്. അവളും ഒരു പെണ്ണ് തന്നെ അല്ലേ? പറഞ്ഞു നാവെടുത്തില്ല. അവൾ അവതരിച്ച പോലെ ദേ വരുന്നു. ഇപ്പൊ തന്നെ കാടിളക്കി വരുന്ന ഈ പിടിയാനയ്ക്ക് ഒരു മയക്ക് വെടി കൊടുത്തു കളയാം. ഗംഗെ, ഒരു നിമിഷം. ഇവളുടെ നോട്ടം തന്നെ പെശകാണല്ലോ. അഖിലാണ്ടേശ്വരിയോട് വരെ കട്ടയ്ക്ക് നിൽക്കുന്ന വിലാസിനിയോടാ ഇവളുടെ കളി. നമുക്ക് നോക്കിക്കളയാം. അല്ല, ഗംഗയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനാ ആനന്ദിന്റെ ഒരേ ഒരു ഇളയമ്മ. തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണന്റെ അനിയൻ, തൃച്ചംബരത്ത് സഹദേവന്റെ ഒരേ ഒരു ഭാര്യ, തൃച്ചംബരത്ത് വിലാസിനി. അറിയാം, മനസ്സിലായി. ആന്റി പറഞ്ഞിരുന്നു. അതിനു മുമ്പ് അഖില അതും പറഞ്ഞു. ഇനി എന്താ പറഞ്ഞു കൊടുത്തിരിക്കുന്നെന്ന് അറിയാൻ വയ്യല്ലോ ഈശ്വര. ഓ, ചേച്ചി പറഞ്ഞായിരുന്നല്ലേ. ഓ, ഈ ചേച്ചിയുടെ ഒരു കാര്യം. അത് പോട്ടെ, ചേച്ചി എന്താ പറഞ്ഞേ? എന്നെ ഭയങ്കര കാര്യ ചേച്ചിക്ക്. സ്വന്തം അനിയത്തിയാണെന്നേ എല്ലാരോടും പറയൂ. സോറി, അഖിലാന്റി എന്നോട് പറഞ്ഞത് വിലാസിനി ആന്റിയോട് സൂക്ഷിച്ചും കണ്ടു വേണം സംസാരിക്കാനെന്ന്. ഓ, അത് വേറൊന്നും അല്ല. എന്നോടുള്ള ബഹുമാനം നിലനിർത്തി വേണം സംസാരിക്കാനെന്നാ ചേച്ചി ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് അങ്ങനൊന്നുമില്ല കേട്ടോ. ഗംഗെ, നീ നിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വേണം എന്നെ കരുതാൻ. അല്ല, ചോദിക്കാൻ മറന്നു. ഗംഗ അച്ഛന്റെ അമ്മയുടെ ഒറ്റ മോളല്ലേ? അതെ, ഒറ്റ മോളാണ്. ഇതെന്താ ഒരുമാതിരി ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉത്തരം പറയും പോലെ. ഒന്നേ ഉള്ളെങ്കിൽ ഓലക്കൊക്കെ അടിച്ച് വളർത്തണോന്നാ. അടി തന്നെ വളർത്താത്തതിന്റെ എല്ലാ കുഴപ്പങ്ങളും ഇവക്ക് ഉണ്ട്. ഒറ്റ മോളായത് നന്നായി. ഗംഗ, ഇത് നോക്ക്. നീ ഇനി എന്നെ സ്വന്തം അമ്മയെ പോലെ കരുതണം. തൃച്ചംബരത്തെ അമ്മ, ദേ, ഇന്ന് മുതൽ നീ എനിക്കും എന്റെ സ്വന്തം മോളെ പോലെയാ. അതുകൊണ്ട് ഈ അമ്മയുടെ സമ്മാനമായിട്ട് ദേ ഈ മോതിരം നീ കയ്യിലിട്ടേക്ക്. പിടിക്കേ. എന്താ ഗംഗ നീ ഇങ്ങനെ നോക്കുന്നേ? ഓ, എനിക്ക് മനസ്സിലായി. പരിചയപ്പെടുമ്പോ തന്നെ ആരെങ്കിലും ഇങ്ങനെ സ്വർണ്ണ മോതിരമൊക്കെ ഊരി തരുമെന്നല്ലേ? ഓ, ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല. പറഞ്ഞില്ലേ, നീ എനിക്കിപ്പൊ സ്വന്തം മോളെ പോലെയാ. ഞങ്ങളുടെ ആനന്ദിന്റെ പെണ്ണ്. ദേ, നീ ആ വിരല് കാണിച്ചേ. ഞാൻ ഈ മോതിരം ഇട്ടുതരാം. ഇത് ആന്റിക്കുള്ളതാ. ആന്റി എന്തെങ്ങനെ നോക്കുന്നേ? വാങ്ങിച്ചോളൂ, വൈര നെക്ലസാ. തൃച്ചംബരത്ത് കൊടുത്താണ് പാരമ്പര്യം എന്നറിയാലോ. ഒന്നും ഇങ്ങോട്ട് വാങ്ങി ശീലമില്ല. നാളെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളാകാൻ പോകുന്നവളാ ഞാൻ. ഞാൻ എല്ലാ ജാതകങ്ങളും നോക്കി. ഒരു കാര്യം ഉറപ്പിക്കാം, ഇനിയൊരു വിവാഹ തടസ്സം ആനന്ദിനില്ല. ഇപ്രാവശ്യം ആനന്ദിന്റെ കല്യാണം നടന്നിരിക്കും. അറിയാലോ, കല്യാണം ദൈവനിശ്ചയമാണ്.
ഇപ്പോ ഈ കല്യാണം മുടക്കം കൂടാതെ നടക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടി വരും. എന്തു വേണമെന്ന് പറഞ്ഞോളൂ ഗുരുജി. ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ഏർപ്പാട് ചെയ്ത കല്യാണം നടക്കണമെങ്കിൽ ഈ ജാതകത്തിന്റെ ഉടമ ഈ വീട്ടിലേക്ക് വരാതെ നോക്കണം. മൈ ഗോഡ്, ആരുടെ ജാതകം അത്? നോക്കട്ടെ. ഭഗവാനെ, ഇത് കല്യാണിയുടെ ജാതകമാണല്ലോ. ഗുരുജി, കല്യാണി കാരണം ഈ കല്യാണത്തിന് തടസ്സം ഉണ്ടാവുന്നാണോ അങ്ങ് പറയുന്നത്? അതെ, ഈ കല്യാണം മുടക്കം കൂടാതെ നടക്കാൻ ഈ വീടുമായി ബന്ധം പുലർത്തുന്ന ആരുടെയും ജാതകം തടസ്സമാകരുതെന്ന് കരുതിയ ഞാൻ ബന്ധുക്കളുടെയും ജോലിക്കാരുടെയും ജാതകങ്ങൾ കൂടി വാങ്ങിവെക്കാൻ പറഞ്ഞു. എല്ലാ ജാതകങ്ങളും പരിശോധിച്ചപ്പോ ഈ ജാതകക്കാരി അല്പമൊന്ന് അകന്നു നിൽക്കുന്നത് കൊള്ളാമെന്ന് തോന്നി. അത്രേ ഉള്ളൂ. പക്ഷെ ഗുരുജി, ഈ കുടുംബത്തോട് വിശ്വാസവും കൂറും പുലർത്തുന്നവളാണ് കല്യാണി. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറുള്ളവൾ. അവള് കാരണം ഈ കല്യാണം മുടങ്ങുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എനിക്ക്. എല്ലാം ശരിയാക്കാം. വിശ്വാസം വരുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു നോക്കാം. ചെറിയൊരു ശിവലിംഗം വെച്ച് ഇപ്പോ ഇവിടെ ഞാൻ നോക്കിയ ജാതകക്കാരെല്ലാം ഓരോരുത്തരായി വന്ന് അതിൽ ഭസ്മാഭിഷേകം നടത്തിയിട്ട് പാലൊഴിക്കാൻ പറയുക. ആര് പാലൊഴിക്കുമ്പോഴാണോ ആ പാലിന്റെ നിറം മാറുന്നത്, അവർ കാരണമായിരിക്കും ഈ കല്യാണം തടസ്സപ്പെടുക. അത് കണ്ടിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ആര് പാലൊഴിക്കുമ്പോഴാണോ ഭസ്മത്തിന്റെ നിറം മാറുന്നത്, അവളാണ് തൃച്ചംബരത്ത് ആനന്ദിന്റെ പെണ്ണ്. ഇത് സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ തീരുമാനമാണ്. കല്യാണി പാലൊഴിക്കുമ്പോ ഭസ്മത്തിന്റെ നിറം മാറും. അവളാണ് ആനന്ദിന് വിധിച്ച പെണ്ണ്. ദൈവനിശ്ചയത്തിന് മറ്റൊന്നും പരിഹാരമാവില്ല. അത് നടക്കും. നീ എന്തിനാ ഇത് ചെയ്തേ? നിനക്ക് എന്നെ വിശ്വാസമില്ലാതായോ? വാ, ഹോസ്പിറ്റലിലേക്ക് പോ. വേണ്ട വല്യുഞ്ഞെ, അതിന് വേണ്ടിയിട്ടുള്ള മുറിവില്ല. എങ്കിലും ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കല്ലേ? അത് സാരമില്ല വല്യുഞ്ഞെ, കുറച്ച് ഭസ്മയിട്ട് പൊതിഞ്ഞു പിടിച്ചാൽ മാറിക്കോളൂ. അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അമ്മയുടെ ഇഷ്ടപ്രകാരമാ, അല്ലാതെ എന്റെ അറിവോടെ അല്ല. നീ എന്നെ വിശ്വസിക്കണമായിരുന്നു. ഇപ്പൊ നീ മുറിവ് ഏൽപ്പിച്ചത് നിന്റെ കയ്യിലല്ല, എന്റെ മനസ്സില. ചങ്കിക്കൊണ്ട് നടക്കല്ലായിരുന്നോ കല്യാണി നിന്നെ ഞാൻ? എന്നിട്ട് നീ എന്നോട് പൊറുക്കട വല്യുഞ്ഞെ, വേണം കല്യാണം ആലോചിക്കുകയാണെന്ന് അറിഞ്ഞപ്പോ മുതൽ ഞാൻ സഹിക്കായിരുന്നു. ഇതൊരു പെണ്ണിനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി ഇതാണ് വല്യുഞ്ഞിന്റെ പെണ്ണെന്നും അടുത്ത മാസം കല്യാണമാണെന്നും പറഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നു പോയി. പെട്ടെന്ന് ആരും ഇല്ലാത്തവളായി പോയതുപോലെ, ഒരു നിമിഷം ശ്വാസം നിലച്ചു പോയതുപോലെ തോന്നി എനിക്ക്. അമ്മ ഏതെങ്കിലും ഒരു പെണ്ണിനെ ചൂണ്ടിക്കാട്ടി ഇതാണ് ആനന്ദ് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെന്ന് പറഞ്ഞ നിനക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുവോ കല്യാണി? അമ്മ ഏതോ പെണ്ണിനെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഇതാണ് എന്റെ പെണ്ണെന്ന് പറയുന്നതിന് മുമ്പേ ദേവി നിന്റെ കഴുത്തിൽ താലി വീഴിച്ച് നീയാണ് എന്റെ പെണ്ണെന്ന് ഊട്ടി ഉറപ്പിച്ചതല്ലേ? ഇന്നെന്റെ അമ്മയുടെ വാക്കിനേക്കാൾ ഈ ദേവിയിൽ എനിക്ക് വിശ്വാസം. എനിക്കുള്ള വിശ്വാസം എന്നും വിളിപ്പുറത്തമ്മയെ കൈയെടുത്ത് തൊഴുന്ന നിനക്കില്ലാതെ പോയല്ലോ കല്യാണി. നീ എല്ലാം അവസാനിപ്പിച്ച് പരലോകത്തേക്ക് പോകുമ്പോ ഞാൻ അമ്മ ചൂണ്ടിക്കാണിച്ച പെണ്ണിനെയും കെട്ടി സുഖിച്ച് ജീവിക്കുമെന്ന് കരുതിയോ നീ? നിനക്ക് ഞാനില്ലാത്തൊരു ജീവിതം സങ്കല്പിക്കാൻ പറ്റാത്തതുപോലെ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. നീ എല്ലാം അവസാനിപ്പിച്ച് പോകുമ്പോ നിന്നെ ഓർത്തൊരായുസ് മുഴുവൻ കരഞ്ഞു തീർക്കാൻ ഈ ആനന്ദം ഉണ്ടാവുമെന്ന് കരുതരുത്. എന്റെ ഈശ്വര, ഇതെങ്ങാനും കളർ മാറിയ അതോടെ എന്റെ ചാപ്റ്റർ വലിച്ചു കീറി കളയും.
ആര് പാലൊഴിക്കുമ്പോഴാണോ ആ പാലിന്റെ നിറം മാറുന്നത്, അവർ കാരണമായിരിക്കും ഈ കല്യാണം തടസ്സപ്പെടുക. ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണത്തിന് നീ കാരണം പ്രശ്നം വരുമെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ കല്യാണം കഴിയുന്നതുവരെ നീ ഈ വീട്ടിൽ വരാൻ പാടില്ല. മാഡം, എന്നോട് ഇവിടെ വരരുതെന്ന് പറയരുത്. ഞാനായിട്ട് ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. എന്നെ വിശ്വസിക്കും മാഡം. അമ്മ, കല്യാണി കുടുംബത്തിന് ഒരു ദോഷം ചെയ്യില്ലമ്മ. അവൾ അങ്ങനെ ചിന്തിക്കു പോലുമില്ല. പിന്നെ എന്തിനാ വെറുതെ കല്യാണിയെ? വേണ്ട. ഇവിടെയുള്ള എല്ലാവരെക്കാളും കല്യാണിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. കല്യാണിക്ക് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്ത് വാദിക്കണമെന്നുമില്ല. ഇതെന്റെ തീരുമാനമല്ല, സാക്ഷാൽ പരമേശ്വരന്റെ തീരുമാനം. അഖിലേ, എന്താ ഇത്? എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടനും കേട്ടതല്ലേ ഗുരുജി പറഞ്ഞത്? എനിക്ക് ഒരു തടസ്സവും കൂടാതെ ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണം നടന്നു കാണണം. അതിന് ഇതാണ് തടസ്സമെങ്കിൽ ആ തടസ്സം ഒഴിവാക്കണം. കല്യാണി, നീ ഈ നിമിഷം തന്നെ ഈ വീട് വിട്ട് പുറത്തു പോണം. ചേച്ചിക്ക് നല്ല വിഷമമായി അല്ലേ? അല്ലെങ്കിൽ ഇത്തരം ഒരു സന്ദർഭം വന്ന ആരായാലും വിഷമിച്ചു പോവും. നമ്മൾ തോളിലെടുത്ത് വെക്കുമ്പോ നമ്മുടെ തന്നെ ചെവി കടിച്ചു തിന്നുന്നത് ചില്ലറ കാര്യാണോ? ആ, ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ ആ കല്യാണിയെ കുറിച്ച് ഓരോ കുറ്റങ്ങൾ വന്ന് പറയുമ്പോ ഞാൻ അവളോടുള്ള ദേഷ്യം വെച്ച് വെറുതെ പറയുന്നതാണെന്നല്ലേ ചേച്ചി പറയാറ്? ഇപ്പൊ മനസ്സിലായില്ലേ അവളുടെ യഥാർത്ഥ നിറം എന്താണെന്ന്? അവള് പുറമേ പാല് പോലെ വെളുപ്പാണെങ്കിലേ ഉള്ളു നിറയെ വിഷമാണ് ചേച്ചി. ആളകൂടെ വിഷം. സത്യം പറഞ്ഞ ചേച്ചി വിചാരിക്കുന്നത് പോലെ അവൾക്ക് ഈ കുടുംബത്തോട് വിശ്വാസവും കൂറൊന്നും ഇല്ല. തന്തയും മോളും കൂടി പാവം ചേച്ചിയെ നവരസങ്ങൾ അഭിനയിച്ച് പറ്റിക്കുന്നതാ. പക്ഷെ തൃച്ചംബരം കുടുംബത്തിന്റെ നേരും നെറിയും ചേച്ചിയുടെ കറകളഞ്ഞ ദൈവവിശ്വാസവും കൊണ്ടാ ആ കല്യാണിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഇപ്പോഴെങ്കിലും ഈശ്വരൻ നമുക്ക് കാണിച്ചു തന്നത്. ഞാൻ പ്രായത്തിലും പക്വതയിലും ഒക്കെ ചേച്ചിയുടെ ഇളയതാ. പക്ഷെ പറയുന്നതിൽ ഒരല്പം കാര്യമുണ്ടെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. എന്റെ ചേച്ചി എന്നെ പോലെ വായിട്ട് അലയ്ക്കുന്നവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിക്കാം. അവര് വലിയ ഉപദ്രവങ്ങളൊന്നും ചെയ്യാത്ത പഞ്ചപാവങ്ങളാ. പക്ഷെ കല്യാണിയെ പോലെ ഒതുങ്ങി മാറി ഊമകളായിട്ട് അഭിനയിക്കുന്നവരുണ്ടല്ലോ, അവരെ വിശ്വസിക്കരുത്. എപ്പ അവസരം കിട്ടുന്നോ അപ്പ ചതിക്കാൻ കാത്തിരിക്കുന്ന ഇനമാ അവരൊക്കെ. അല്ലെങ്കിൽ തന്നെ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. വേറെ ഒരു ചെമ്പരത്തി ചെടിയുമായിട്ട് വന്ന ആ ദരിദ്രവാസി പെണ്ണ് ഇപ്പൊ ചേച്ചിക്ക് കടം തരത്തക്ക വണ്ണം വളർന്നിരിക്കുന്നു. എങ്ങനെ അത് സംഭവിച്ചു? ഏത് വളഞ്ഞ വഴിയിൽ? ഈ വീട്ടിലെ അടുക്കളയിലും മീനിറക്കേണ്ട ആ വൃത്തികെട്ടവളും മുമ്പൊരിക്കൽ ആഭരണപ്പെട്ടിയിൽ കൈവച്ച് അത് മുഴുവൻ എടുത്തിട്ടു. ഇന്നിപ്പൊ കൈയിട്ട് വാരുന്നത് പണപ്പെട്ടിയിലാണോന്നാ എന്റെ ഒരു സംശയം. കുരങ്ങ് ചത്ത കാക്കാലിനെ പോലെയാണല്ലോ നടത്തവും ഭാവവും. പറഞ്ഞുറപ്പിച്ച കല്യാണം മുടങ്ങുമ്പോ ബ്രോക്കറിനും കാണുമല്ലോ സങ്കടം. ഏതായാലും എനിക്ക് സന്തോഷായി. അല്ലെങ്കിൽ എച്ചിൽ പാത്രം കഴുകുന്നവളുടെ കാൽ കീഴിൽ കിടക്കേണ്ടി വന്നേനെ എനിക്ക്.
പറ്റി അരവിന്ദേ? ആകെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നല്ലോ. ഓ, കല്യാണിയുടെ കാര്യം ആലോചിച്ചിട്ടായിരിക്കും. കല്യാണി പാലഭിഷേകം ചെയ്തപ്പോ മാത്രം പാലിന്റെ നിറം എങ്ങനെ മാറിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആ, എന്തായാലും അഖിലാന്റി പാവം കല്യാണിയെ വീട് വിലക്കണ്ടായിരുന്നു. എന്തോ അഖിലാന്റിക്ക് ഇപ്പൊ കല്യാണിയോട് ഭയങ്കര വെറുപ്പാണെന്ന് തോന്നുന്നു. ഇതിനിടയില് ആനന്ദിന്റെയും കല്യാണിയുടെയും പ്രണയകഥ എങ്ങാനും അരവിന്ദ് വിളിച്ചു പറയൂന്നായിരുന്നു എന്റെ പേടി. ഏതായാലും പറയാത്തത് വലിയ ഭാഗ്യമായി. അല്ലാതെ തന്നെ അരവിന്ദ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് അഖിലാന്റിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഹാ, ഓർക്കുമ്പോ എനിക്കും സങ്കടമുണ്ട് അരവിന്ദ്. പാവം കല്യാണി. വിധി പോലെയല്ലേ കാര്യങ്ങൾ നടക്കൂ. ചില ഇഷ്ടങ്ങളൊക്കെ അടുത്ത ജന്മത്തിലേക്ക് മാറ്റി വെക്കേണ്ടി വരും. അതാ ജീവിതം. അങ്ങനെയാണെങ്കിൽ അന്ന് നമ്മുടെ കാര്യത്തിലൊന്നും നീ അങ്ങനെ ചിന്തിക്കാതിരുന്നേ. അന്ന് നമ്മൾ വൺ വേ ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിനക്ക് മാത്രമായിരുന്നു പ്രണയം. എന്നിട്ട് മറ്റൊരു ജന്മത്തിനും കാത്തു നിൽക്കാതെ നീ നിന്റെ പ്രണയം നേടിയെടുത്തില്ലേ? അപ്പൊ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ബ്രോയുടെയും കല്യാണിന്റെയും പ്രണയം സക്സസ് ആകും. സക്സസ് ആക്കണം. അതന്ന്. പക്ഷെ അന്നത്തെ പോലെ അല്ല അരവിന്ദേ ഇപ്പോഴത്തെ സാഹചര്യം. അന്ന് അഖിലാന്റി എനിക്ക് കൂട്ടിനുണ്ടായിരുന്നു. എന്നാ ഇപ്പൊ അഖിലാന്റി ആനന്ദിന് പെണ്ണുറപ്പിച്ചു വെച്ചിരിക്കുക. ഈ അവസ്ഥയില് കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് ആലോചിച്ച ആ വിവാഹം നടക്കുന്നത് തന്നെയാ ഉചിതം. കൊള്ളാം. നിന്നോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ടും എല്ലാം അറിഞ്ഞു വെച്ചിട്ട് നിനക്കിത് എങ്ങനെ പറയാൻ കഴിയുന്നത് നന്ദനെ? നോക്ക് അരവിന്ദ്, ഞാൻ പ്രാക്ടിക്കലായിട്ടാ കാര്യങ്ങൾ കാണുന്നത്. അരവിന്ദ് തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ആനന്ദ് കല്യാണിയെ പ്രണയിക്കുന്നു ആന്റിയോട് പറയോ? ഒരുപക്ഷെ പറഞ്ഞാൽ തന്നെ ആന്റി അത് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ആനന്ദ് കല്യാണിയെ മറന്നിട്ട് ആന്റി പറയുന്ന പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് തന്നെയാ രണ്ടുപേർക്കും നല്ലത്. നന്ദനെ, ഇപ്പോഴെന്നല്ല എപ്പോഴും നീയും ഞാനും തമ്മിൽ ഉണ്ടെന്നറിഞ്ഞിട്ടും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു അകലമുണ്ട്. അതാണ് നിന്റെ ചിന്തയിലും കാണുന്നത്. നീ ഗംഗയെ മോതിരം കൊടുത്ത് സ്വീകരിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. നീ ഒരു കാര്യം ഓർത്തോ, പ്രണയം സത്യമാണെങ്കിൽ ഒരു ശക്തിക്കും അതിനെ പിരിക്കാൻ കഴിയില്ല. അവിടെ ജാതിയും മതവും ദേശവും ഭാഷയൊക്കെ തോൽക്കുന്നതാ ചരിത്രം. കല്യാണിയും ബ്രോയും തമ്മിലുള്ള പ്രണയം സത്യമുള്ളതാ. അത് ഉറപ്പായിട്ടും വിജയിച്ചിരിക്കും. അതുകൊണ്ട് ഇനി തൃച്ചംബരത്ത് നടക്കാൻ പോകുന്നതേ ആനന്ദ് കൃഷ്ണന്റെയും കല്യാണിയുടെയും താലികെട്ട. അത് കാണാൻ കാത്തിരുന്നോ നീ? പോട്ടെ. ഇല്ല ഇല്ല, പിടി തരേണ്ട ആൾ ഇതുവരെ പിടി തന്നിട്ടില്ല. അത് സാരമില്ല, സമയമുണ്ടല്ലോ. ഓരോന്നോരോന്നായിട്ട് കൈപ്പിടിയിൽ ഒതുക്കും ഞാൻ. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, എന്തൊക്കെ എതിർപ്പുകളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നാലും ഞാൻ എന്റെ ലക്ഷ്യം പൂർത്തിയാക്കും. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചിലരെയൊക്കെ നേരിട്ട് കാണാൻ. ഓ സോറി, ഫോണിലായിരുന്നല്ലേ. സോറി, നടക്കട്ടെ. ഇല്ലങ്ങളെ, കഴിഞ്ഞു. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. അങ്കിൾ പറഞ്ഞു. ഒന്നുമില്ല, ഇതുവരെ ഒന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ ഭാവി മരുമകളോട്. അഖില കണ്ടെത്തിയതല്ലേ, അത് ഒരു തരത്തിലും മോശമാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അറിയാലോ, ഞങ്ങൾക്ക് 2 ആൺമക്കളാണ്. അതുകൊണ്ട് തന്നെ അവർ താലി കെട്ടുന്ന പെൺകുട്ടികൾ ഞങ്ങൾക്ക് മരുമക്കളല്ല, മക്കളാണ്. ഈ ജന്മത്തിൽ ഒരു മകൾക്ക് കൊടുക്കാൻ മാറ്റിവെച്ച സ്നേഹവും വാത്സല്യവും ഒക്കെ ആ മക്കൾക്ക് കൊടുത്തു തീർക്കണം. നന്ദനയ്ക്കും ഇപ്പൊ ഗംഗയ്ക്കും.